കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി ഞാൻ എല്ലാ പ്രഭാതത്തിലും നടത്തിക്കൊണ്ടിരുന്ന പ്രഭാത സന്ദേശം ചില സാങ്കേതികമായ കാരണങ്ങളാൽ അത് മുടക്കം വന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയുടെ വലങ്കരം തന്ന ധാരാളം പ്രിയപ്പെട്ടവർ എന്നോട് വീണ്ടും ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം ഒരു പഠന പരമ്പര എന്നതുപോലെ നമ്മൾ പ്രഭാത സന്ദേശം തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാൻ എന്നാലാവോളം ഞാൻ പ്രാർത്ഥനയോടെ ഇവിടെ ശ്രമിക്കുകയാണ്. ഈ പ്രഭാത സന്ദേശത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയം വെളിപ്പാട് പുസ്തകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആകയാൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ പ്രഭാത സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്കും അതൊരനുഗ്രഹമായി തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ ലഘു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് അനേകർക്ക് ആശ്വാസകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ പ്രമാണത്തിലുള്ളത് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ എന്ന് നാം വായിക്കുന്നത് പോലെ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ, ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന അതുപോലെ പ്രമാണിക്കുന്നവർ എല്ലാവരും ധന്യരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഈ പഠന പരമ്പര നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം വരുത്തും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവും വേണ്ട. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ ഇതിൻ്റെ ആമുഖ പരമ്പരയിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചാൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ശക്തമായ ക്രൈസ്തവ പീഡന പരമ്പരയുടെ ഒരു ഉൾക്കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. AD 94 മുതൽ 96 വരെയുള്ള കാലഘട്ടമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് പത്മോസ് ദ്വീപ് എന്ന് പറയുന്ന ആ ദ്വീപിൽ യേശുക്രിസ്തുവിൻ്റെ ദാസനും തൻ്റെ സഹോദരനുമായിരുന്ന യോഹന്നാൻ ദൈവവചനം നിമിത്തവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തവും പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുവാനിടയായി. കർത്തൃദിവസത്തിൽ താൻ ആത്മവിവശതയിലായി താൻ ദർശിച്ച ദർശനങ്ങളുടെ ഒരു പഠന പരമ്പരയാണ് നാം ഇവിടെ ആരംഭിക്കുന്നത്. ആകയാൽ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഈ പ്രഭാതത്തിൽ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പത്മോസ് ദ്വീപ് എഫെസോസിന് തെക്ക് പടിഞ്ഞാറായി 60 മൈൽ ദൂരെ ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ഏഥൻസിന് കിഴക്കായി 150 മൈൽ മാറിയും അതുപോലെ തന്നെ ഈ ദ്വീപിന് 100 മൈൽ നീളവും 6 മൈൽ വീതിയുമാണ് ഉള്ളത്. പാറക്കെട്ടുകൾ മാത്രമായി നിബിഡം ആയിരിക്കുന്ന ഈ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ ദൈവിക അഥവാ സ്വർഗീയ ദർശനങ്ങളെ ദർശിക്കുന്നത്. ആകയാൽ ഈ പഠന പരമ്പരയുടെ ഓരോ ദിവസത്തെയും ഈ ലഘു സന്ദേശം നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ പ്രഭാത സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.